ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വിചിന്തനം നാം തുടരുകയാണ്. നമുക്കറിയാം, ക്രിസ്മസ് കഴിഞ്ഞ് നാം ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് സ്തേഫാനോസിന്റെ തിരുനാൾ. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഒരു വചന സന്ദേശമാണ്. നായ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കും. 2 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്മസ് വരെ നമ്മൾ പാപങ്ങൾ പിഴുതറിയാനുള്ള പരിശ്രമം നടത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ ക്രിസ്മസിലേക്ക്, ആഘോഷത്തിലേക്ക് നമ്മൾ വരികയുണ്ടായി. മുമ്പോട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കർത്താവ് പറയുന്ന ദൈവം നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അതാണ് മേലിൽ പാപം ചെയ്യരുത്. സാധാരണ നായ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കും, കുളിച്ച പന്നി വീണ്ടും ചെളിക്കകത്ത് കിടന്ന് ഉരുളും. പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകുന്ന വ്യക്തികളെ കുറിച്ച് പറയാവുന്ന ഒരു പഴമൊഴി ഇതാണെന്നാണ് 2 പത്രോസ് 2-ാം അധ്യായം 20-21 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക. നമുക്ക് അതിന്റെ വെളിച്ചത്തില് പാപത്തിൽ വീണ്ടും വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന 4 കവചങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരിക്കൽ ഒരു എൽഡർലി മനുഷ്യൻ എന്ന് പറയാം, ഒരുമാതിരി പ്രായമായ ഒരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുത്ത് കാര്യസ്ഥനാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പക്ഷെ എന്നാ അടുത്ത ധ്യാനത്തിന് ഡേറ്റ് ഞാൻ പറഞ്ഞു, എങ്കിൽ എന്റെ പേരൂടെ എഴുതിക്കോ, ഞാനുണ്ടാവും, എനിക്ക് വരണം, എനിക്ക് ധ്യാനം കൂടണം. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം അച്ഛനറിയാവോ, ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടിയ വ്യക്തിയാണ്. 8 മാസം കഴിഞ്ഞ 8 മാസം ഞങ്ങളുടെ കുടുംബം സ്വർഗം പോലെയായിരുന്നു. വീട്ടില് എല്ലാവരും പരസ്പരം സംസാരിക്കും, ചിരി, സന്തോഷം ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയച്ച കാരണം ഞാൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി. ആ മദ്യപാനത്തിലേക്ക് വീണ്ടും ഞാൻ വീണുപോയി. എന്തിനങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബന്ധുക്കാരുടെ വീട്ടിൽ പോയതാ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വരുമ്പോഴാണ് ഞാൻ സന്തോഷമായിട്ട് 2 സ്മോൾ അടിക്കുന്നത്. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ആ മനുഷ്യനെ കുടിപ്പിച്ചു. പിന്നീട് അയാൾക്ക് നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നു, മാനമായിട്ട് പുള്ളി കുടിച്ചു. ഇനി തന്മൂലം ആ കുടുംബം വീണ്ടും നരകതുല്യമായി ഉപേക്ഷിച്ച പാപത്തിലേക്ക് തിരിച്ചു പോയാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവം വചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ചില മുന്നറിയിപ്പുകളുണ്ട്. അത് ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. അതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത്, ദൈവത്തിന്റെ ഒരപേക്ഷ, ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയാവുന്ന ചില വചനഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെട്ടിരിക്കാം. പ്രഭാഷകൻ 21:1-2 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മകനെ, മകളെ, നീ പാപം ചെയ്തുവോ, ഇനിമേൽ ചെയ്യരുത്. ഇതുവരെ നടന്നത് ഓക്കെ, ഇനിമേൽ ചെയ്യരുത്. പഴയ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ അത്യുന്നതിനോട് പ്രാർത്ഥിക്കണം. അതാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. യോഹന്നാൻ 8:11 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ആ സ്ത്രീ, അവളോട് യേശു പറഞ്ഞൊരു കാര്യം, ജനം അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആഗ്രഹിച്ചു, യേശു അവളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അവസാനം യേശു പറഞ്ഞൊരു കാര്യം, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അവിടെയും ഒരു നിർദ്ദേശം കൊടുത്തത്, ഇനിമേൽ പാപം ചെയ്യാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാൻ 5:14 വചനം എടുക്കുമ്പോൾ, ബെത്സയിദ കുളക്കരയിൽ കിടന്ന് 38 വർഷം തളർവാദം പിടിച്ചു കിടന്ന വ്യക്തിയാണ്. യേശു അവനെ സുഖപ്പെടുത്തി. പിന്നീട് അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പാപത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനിമേൽ പാപം ചെയ്യരുത്. ഈ സന്ദേശം നമുക്കും ദൈവം നൽകുന്ന ഒരു സന്ദേശമായിട്ട് എടുക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി നിന്റെ നടപ്പ് മുന്നോട്ടായിരിക്കണം, പിന്നോട്ടാകരുത് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ചു. വിശുദ്ധ അഗസ്തീനോസ് വളരെ ഉത്സാഹത്തോടെ പാപത്തിൽ മുഴുകിയിരുന്ന വ്യക്തിയാണ്. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി ദൈവസ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പഴയ ആൾക്കാർ അവനെ വീണ്ടും പാപത്തിന് ക്ഷണിച്ചു. അവൻ പറഞ്ഞത്, എനിക്ക് പറ്റില്ല, ആ പഴയ പാപപ്രവൃത്തിയിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാനൊരു പുതിയ അഗസ്ത്യനാണ്. പറയുന്നുണ്ട്, യേശുവിൽ പുതിയ സൃഷ്ടിയായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പഴയ പാപത്തിലേക്ക് പോകാനുള്ള ക്ഷണം കിട്ടിയേക്കാം, പ്രലോഭനം നമുക്ക് വന്നേക്കാം. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വചനത്തിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്യാതെയോ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് അവരവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി. അവരുടെ നടപ്പ് മുമ്പോട്ടായിരുന്നില്ല, പിന്നോട്ടായിരുന്നു. ദൈവമക്കൾ എപ്പോഴും നടക്കേണ്ടത് മുമ്പോട്ടാണ്. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യം, മുമ്പോട്ട് ഞാൻ പോയാൽ കാരാഗ്രഹവാസം, മരണം, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, എങ്കിലും ഞാൻ മുമ്പോട്ടേ പോകും. നമ്മൾ ഈ
സഹനങ്ങൾ ഒഴിവാക്കാൻ, അതുപോലെ തന്നെ എളുപ്പ ജീവിതം ഉണ്ടാകാൻ പിന്നോട്ടോടുന്നത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 16:24 നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ പിന്നോട്ട് നടത്താൻ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. നീ മുമ്പോട്ട് പോകരുത്, ജെറൂസലേമിലേക്ക് പോകരുത്, അവിടെ പോയാൽ നിനക്ക് സഹനമുണ്ടാവും. പക്ഷെ അവിടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, ദൂരെ പോവുക സാത്താനെ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അതുകൊണ്ട് നമ്മെ പിന്നോട്ട് നടത്താൻ പരിശ്രമിക്കുന്നവരുണ്ടാകാം. പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പിന്നോട്ട് പോയാൽ എന്തു പറ്റും എന്നുള്ളതും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുക. റോമ 5:4-5 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സഹനം ഒഴിവാക്കി ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ ശക്തി ആർജിക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യാശയുള്ളവരായി മാറാൻ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. 2 പത്രോസ് 2-ാം അധ്യായം 22-ാമത്തെ വചനം, നമ്മള് പന്നികളുടെ ആ ഗണത്തിലേക്ക് തരം താഴ്ത്തപ്പെടും. നമ്മൾ പുറകോട്ട് പോയാൽ പുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്നുരുളുന്നു എന്നുള്ളത് നാം വായിച്ചു കേട്ട ഒരു കാര്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന സഹനം നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവന്റെ ആ ഒരു കിരീടം ഉണ്ടാകത്തില്ല. പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്നത് നിത്യജീവന് അവകാശികളായിട്ട് നമ്മൾ മാറുന്നത് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ആ സഹനം സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ്. യോഹന്നാൻ 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, നാം തിരികെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ പഴയതിനേക്കാൾ മോശമായി തീരും. സാധാരണ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനാണ് നമ്മൾ നോക്കേണ്ടത്. പഴയ അവസ്ഥയിലേക്കോ പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കോ പോകാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. അവസാനമായിട്ട് പ്രകാശത്തിൽ എത്തിയവര്, നമ്മള് യേശുവാകുന്ന പ്രകാശം, ലോകത്തിന്റെ പ്രകാശമായി വന്ന യേശു, ആ യേശുവിലൂടെ പ്രകാശത്തിലെത്തിയവർ വീണ്ടും അന്ധകാരത്തിലേക്ക് നടന്നെടുത്താൽ എന്ത് സംഭവിക്കാം? റോമാലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അന്ധകാര പ്രവൃത്തികൾ ചെയ്യരുത്, മറിച്ച് പ്രകാശത്തിന്റെ മക്കളായി മാറണം. ലൂക്കാ 12-ാം അധ്യായം 47-48 വചനങ്ങൾ എടുത്താൽ, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പ്രകാശത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും അന്ധകാരത്തിലേക്ക് തിരികെ പോയാൽ നിങ്ങൾക്കുള്ള ശിക്ഷ കഠിനമായിരിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, രക്ഷ പ്രാപിച്ചതിന് ശേഷം യേശുക്രിസ്തു ബലിയായി തീർന്ന ആ ബലിയിലൂടെ രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും നാം പാപത്തിൽ നിവദിക്കുന്നെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു ബലിയില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തിരികെ നടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത്, നല്ല തീരുമാനങ്ങൾ എടുത്ത വ്യക്തികളുണ്ട്, അവർക്ക് നിലനിൽപ്പിന്റെ വരം കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ യേശുവേ, പാപത്തിൽ നിബദിച്ച ഞങ്ങളെയും ലോകം മുഴുവനെയും വീണ്ടെടുക്കാൻ അങ്ങ് തിരുമനസ്സായതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങിൽ വസിക്കാനും മേലിൽ പാപം ചെയ്യാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്തു പോയാൽ ഉടനെ മനസ്തപിച്ച് അങ്ങിലേക്ക് തിരിയാനും പ്രസാദവരം വീണ്ടെടുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഉപേക്ഷിച്ച പാപ വഴികളിലേക്ക് തിരിച്ചു നടക്കാതെ സ്വർഗീയോന്മുഖ ജീവിതം നയിക്കുവാൻ ഇനിയുള്ള കാലം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നടത്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.